ഇറങ്ങിയൊരു സിനിമയുണ്ട്, ടാറ്റു എന്ന് പറഞ്ഞിട്ട്. അതായത് ഒരു ടാറ്റു ആർട്ടിസ്റ്റും മോഡലും തമ്മിലുള്ള ഒരു കഥ പറയുന്ന ഒരു സിനിമയാണ്. ഇന്ന് വരെ ഒരാൾ പോലും ചോദ്യം ചെയ്യപ്പെടാനില്ലാത്ത പോലെ ആ ഒരു പ്രൊഡക്റ്റിനെ അവർ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാറുണ്ട്. നമ്മുടെ എയർ പോഡ് എന്ന് പറയും. ഇതേപോലെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. ഇതതിൻ്റെ കവറാണ്. ഇത് റിമൂവ് ഐവാട്ട എന്ന് പറയുന്ന ഒരു മെഷീൻ ഉണ്ട്. അതിൽ ഏത് ഫൗണ്ടേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഐവാട്ട ഹായ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഇപ്പോൾ സമീപത്തായിട്ട് ഭയങ്കരമായിട്ട് എൻക്വയറി നടത്തുന്ന ഒരു കാര്യമാണ് എയർ ബ്രഷ് മേക്കപ്പിനെ കുറിച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ കയ്യിലുള്ള 2-3 മോഡൽസ് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. നമ്മളിവിടെ ചെയ്യുന്നത് ഇപ്പോൾ ടെംറ്റു ആണ്. കേരളത്തിലെ ഒരേ ഒരു ഒഫീഷ്യൽ ഡിസ്ട്രിബ്യൂട്ടറാണ് നമ്മൾ ടെംറ്റുവിൻ്റെ. അപ്പോൾ ടെംറ്റുവിനെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ നമ്മുടെ ഗൂഗിൾ എടുത്തിട്ട് ഈ ടെംറ്റുവിൻ്റെ ഹിസ്റ്ററിനെ കുറിച്ചൊന്ന് പഠിക്കാൻ നോക്കി. ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് നോക്കിയതാണ്. അപ്പോൾ ഭയങ്കര രസകരമായി തോന്നി. ശരിക്കും ഒരു അമേരിക്കൻ ഒരു പ്രൊഡക്റ്റാണെന്നുള്ളത് എനിക്ക് തോന്നുന്ന ഒരുവിധപ്പെട്ടവർക്കൊക്കെ അറിയായിരിക്കും. 1981 കാലഘട്ടത്തിൽ ഇറങ്ങിയൊരു സിനിമയുണ്ട്, ടാറ്റു എന്ന് പറഞ്ഞിട്ട്. അതായത് ഒരു ടാറ്റു ആർട്ടിസ്റ്റും മോഡലും തമ്മിലുള്ള ഒരു കഥ പറയുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ എന്താ പറയുക, നമ്മുടെ ടാറ്റു ചെയ്യാനുള്ള ഇങ്കും അതിനോടനുബന്ധിച്ചുള്ള ബോഡി പെയിൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടാണ് ശരിക്കും ടെംറ്റു എന്ന് പറയുന്ന ആ കമ്പനി ഈ ഇൻഡസ്ട്രിയിലേക്ക് പ്രവേശിക്കുന്നത്. അതാണ് അവരുടെ തുടക്കം. പിന്നെ അത് അവിടെ നിന്നും അത് ഭയങ്കര ഹിറ്റായി. ആ ഫിലിമും ഭയങ്കര ഹിറ്റായിരുന്നു. അവിടെ നിന്ന് ഈ പറയുന്ന ഒരു ബ്രാൻഡ് നമ്മുടെ ഹോളിവുഡിൽ ഭയങ്കര ഫേമസ് ആയി. അവിടെ ആർട്ടിസ്റ്റുകൾക്കാണെങ്കിലും മോഡൽസിനും ഒക്കെയാണ്. അങ്ങനെ അവർ സ്ലോലി അവരുടെ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തി. അങ്ങനെ ആ ഫിലിം ഹിറ്റായതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ കൂടുതൽ മേക്കപ്പ് ഇൻഡസ്ട്രിയിലേക്ക് ശ്രദ്ധിക്കുകയും അവർ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന അടിസ്ഥാനത്തിൽ അവർ ഓരോരോ ഡെവലപ്മെൻറ്റ്സ് നടത്തിക്കൊണ്ടിരുന്നു. അതിൽ എല്ലാ പ്രൊഡക്റ്റുകളും ഉണ്ടായിരുന്നു മേക്കപ്പുമായി ബന്ധപ്പെട്ട്. അങ്ങനെ പ്രൊഫഷണൽ മേക്കപ്പ് ഇൻഡസ്ട്രീനെ ഒരു എന്താ പറയുക, അവർ കൈപ്പിടിയിലേക്ക് ഒതുക്കുന്നത് തന്നെ 1996 എയർ ബ്രഷ് മേക്കപ്പ് ചെയ്യുന്നതിനായിട്ടുള്ള ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ്. ആ ഫൗണ്ടേഷൻസിൻ്റെ ക്വാളിറ്റി കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ഇൻഡസ്ട്രിയിൽ ഹിറ്റാവുകയും ഇന്ന് വരെ ഒരാൾ പോലും ചോദ്യം ചെയ്യപ്പെടാനില്ലാത്ത പോലെ ആ ഒരു പ്രൊഡക്റ്റിനെ അവർ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാനുണ്ടായി. അങ്ങനെ 1996 എയർ ബ്രഷ് മേക്കപ്പിൻ്റെ ഫൗണ്ടേഷൻ നിർമ്മിച്ചുകൊണ്ട് വീണ്ടും പ്രൊഫഷണൽ രംഗത്തേക്ക് ടെംറ്റു കടന്നു വരികയാണ്. അന്നേരം ആ ഒരു സമയത്ത് അവർ അക്വ ഡ്യൂറാലൈൻ എന്ന് പറയുന്ന 2 വേരിയൻറ്റോട് കൂടി ഫൗണ്ടേഷൻ രംഗത്തേക്ക് സാധനങ്ങൾ ഇറക്കിക്കൊണ്ടാണ് അവർ എയർ ബ്രഷിൻ്റെ ഫൗണ്ടേഷൻ ചെയ്തുകൊണ്ടാണ് ആ ഒരു എയർ ബ്രഷ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്ക് വരുന്നത്. അത് ശരിക്കും ഇൻഡസ്ട്രിയിൽ ഭയങ്കരമായിട്ട് ഹിറ്റായി. അങ്ങനെ അവർ അവിടെ നിന്ന് അവരുടെ ആ ജേർണി കണ്ടിന്യൂ ചെയ്തു. അതിനുശേഷം 2002 SB എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് സിലിക്കൺ ബേസ്ഡ് ഫൗണ്ടേഷൻസ് അവർ ഇൻവെൻറ്റ് ചെയ്യുകയും അത് മാർക്കറ്റിനെ അതിഗംഭീരമായി ഹിറ്റാക്കുകയും ചെയ്തു. അങ്ങനെ ആ ഒരു 2002 ആ ഒരു ഹിറ്റായ പ്രൊഡക്റ്റാണ് ഇപ്പോഴും നിങ്ങൾ ഈ ടെംറ്റു യൂസ് ചെയ്യുന്നവർക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം. 2 ടൈപ്പ് ഫൗണ്ടേഷനാണ് വരുന്നത്. ഒന്ന് ഹൈഡ്ര എന്നും പറഞ്ഞിട്ട്, മറ്റൊന്ന് SB സിലിക്കൺ ബേസ്ഡ് എന്ന് പറഞ്ഞിട്ട്. വളരെ ഡ്രൈ സ്കിന്നായിട്ടുള്ള ആളുകൾക്കാണ് നമ്മൾ ഹൈഡ്ര ഫൗണ്ടേഷൻസ് എന്ന് പറഞ്ഞിട്ട് അവരെ യൂസ് ചെയ്യുക. മറ്റേ സിലിക്കൺ ബേസ്ഡ് നോർമലി ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിന് വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു ഫിനിഷിങ് നൽകാൻ വേണ്ടിയിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. ആ ഒരു ഇൻവെൻറ്റ് ചെയ്ത ആ ഒരു എന്താ പറയുക, സിലിക്കൺ ബേസ്ഡ് ഫൗണ്ടേഷനാണ് ആക്ച്വലി അവരെ ഒരു എയർ ബ്രഷ് രംഗത്ത് ഒരു അധികായന്മാരാക്കിയിട്ട് പെട്ടെന്ന് മാറ്റിയത്. 2009 എയർ ബ്രഷ് മേക്കപ്പ് ചെയ്യുന്നത് വളരെ സിംപ്ലിഫൈ ആക്കാൻ വേണ്ടി ഒരു പുതിയ മെഷീൻ കൂടി ടെംറ്റു അവതരിപ്പിച്ചു. ആ ഇൻട്രൊഡ്യൂസ് ചെയ്ത മെഷീൻ്റെ പേരാണ് സിൽക്ക് സ്പെയർ എയർപോണ്ട് എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം വീണ്ടും അതിനെ തന്നെ അവർ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്തുകൊണ്ട് പിന്നീടാണ് നമ്മൾ ഇന്ന് കാണുന്ന 2015 എയർ പ്രോ എന്ന് പറയുന്നതും 2016 എയർപോണ്ട് പ്രോ എന്ന് പറയുന്ന മെഷീനും കൂടി അവർ ചെയ്തത്. അതാണ് ഇന്നിപ്പോൾ നമുക്കിവിടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട്. പിന്നെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യം, പിന്നെ എന്നെ വിളിക്കുന്ന പലരും ചോദിക്കുന്ന ഒരു കാര്യം,
ഐവാട്ട എന്ന് പറയുന്ന ഒരു മെഷീൻ ഉണ്ട്. അതിൽ ഏത് ഫൗണ്ടേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഐവാട്ടയ്ക്ക് വേറെ ഫൗണ്ടേഷൻ ഇല്ല. അവരുടേതായ ഫൗണ്ടേഷൻ ഞാൻ ഇതുവരെ നോക്കിയിട്ടും നെറ്റിൽ നോക്കിയിട്ടും അവരുടേതായ ഒരു ഫൗണ്ടേഷൻ കണ്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഏതുകൊണ്ട് യൂസ് ചെയ്യാമെന്ന് പറയാം. നേരെ മറിച്ച് ടെംപ്റ്റുവിന് അവരുടേതായ ഫൗണ്ടേഷൻ ഉണ്ട്. നിങ്ങൾക്ക് സേഫായിട്ട് അത് യൂസ് ചെയ്യാം. ഇനി സപ്പോസ് ഞാൻ വേറൊരു ചോദിക്കാം, ഐവാട്ട നിങ്ങൾ മേടിച്ചു, വേറെ ഏതെങ്കിലും ഫൗണ്ടേഷൻ യൂസ് ചെയ്തു, സ്റ്റക്കായി കഴിഞ്ഞാൽ ആരുടെ കുഴപ്പം? കമ്പനി മാറി തരാമെന്ന് പറയില്ലല്ലോ. നിങ്ങൾ ആ സൊല്യൂഷൻ ഒഴിച്ച് മിക്സ് ചെയ്തതിൻ്റെ കുഴപ്പമാണ്. അതിൻ്റെ ആ ഒരു ഫോം കറക്റ്റായിട്ട് നിങ്ങളുടെ മിക്സിങ് അല്ലാത്തത് കൊണ്ട് സാധനം സ്റ്റക്കായി നിങ്ങൾക്ക് ആരോട് പറയാൻ പറ്റും? അപ്പോൾ അതിൽ ഈ പറയണതിൽ ശരിക്കും കോമൺ സെൻസ് കൊണ്ട് യാതൊരു കാര്യമില്ല. അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നമ്മൾക്കും പറയാമല്ലോ, ഏത് വേണമെങ്കിലും ഏത് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ താല്പര്യമാണ്. കറക്റ്റായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ നോസിലും ഓൾമോസ്റ്റ് സെയിമാണ്. ആ നോസിലിനുള്ളിൽ കൂടെ അത്രയും ചെറിയ പാർട്ടിക്കിൾസ് എയറിനൊപ്പം സ്പ്രേ ചെയ്യപ്പെടണം. അതില്ലാതിരുന്നു കഴിഞ്ഞാലാണ് സ്റ്റക്ക് ആവുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യമില്ല. നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ ടെംപ്റ്റുവിനും ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ എന്താ, ടെംപ്റ്റുവിന് വളരെ സേഫായിട്ട് അവരുടേതായ ഫൗണ്ടേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ കുഴപ്പമില്ല. മാത്രമല്ല ഏതാണ്ട് 10-40 വർഷമായിട്ട് അമേരിക്കയിൽ തുടങ്ങി ഇന്ന് വേൾഡ് മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഏറ്റവും വലിയ എന്താ പറയുക, ന്യൂയോർക്ക് ഫാഷൻ വീക്കിലൊക്കെ ആർട്ടിസ്റ്റുകൾ ഉപയോഗിക്കുന്നു. അവിടുത്തെ ഒരു മെയിൻ സംഭവം കൂടിയാണ് ടെംപ്റ്റ്. ഇന്നത്തെ ഏത് ഹോളിവുഡ് സിനിമ എടുത്താലും എല്ലാത്തിനും വളരെ അഗ്രസീവായിട്ട് യൂസ് ചെയ്യുന്ന, എല്ലാവരും റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ടെംപ്റ്റ്. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് യാതൊരുവിധ പ്രസക്തിയുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി കൂടുതൽ പ്രൊഡക്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അതിൽ ഏറ്റവും ബേസ് വേരിയൻ്റാണ് ഞാനിപ്പോൾ ആദ്യം നിങ്ങളെ കാണിക്കുന്നത്. ടെംപ്റ്റു 1 എന്ന് പറഞ്ഞിട്ട് എയർപോണ്ടിന് തന്നെ, അതായത് ഇത് നിങ്ങൾക്ക് ബാറ്ററി വെച്ച് ചാർജ് ചെയ്തിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് അതിൻ്റെ ക്ലീൻ ചെയ്യാനുള്ള ആ ഒരു സൊല്യൂഷനും, ഒപ്പം തന്നെ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അവർ വിപ്ലവകരമായി കണ്ടുപിടിച്ച ഒരു കാര്യം, ഇതേപോലുള്ളൊരു നോസിൽ അതിൻ്റെ ഗണ്ണ് അറ്റത്ത് ഘടിപ്പിക്കാവുന്ന സംഭവമാണ്. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ ഒരു കംപ്ലയിൻസോ കാര്യങ്ങളോ ഇതിൻ്റെ ഉള്ളിൽ സൊല്യൂഷൻ സ്റ്റക്കാവുകയോ കാര്യങ്ങളോ ചെയ്ത് കഴിഞ്ഞാൽ, ഫൗണ്ടേഷൻ സ്റ്റക്കാവുകയോ കാര്യങ്ങളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം മാത്രം മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് മെഷീൻ വീണ്ടും യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഒപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ 3 ഫൗണ്ടേഷൻസ് കമ്പനി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് ഹൈഡ്ര ലോക്ക്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഹൈഡ്ര ലോക്ക് ഫൗണ്ടേഷനും അതേപോലെ തന്നെ സിലിക്കൺ ബേസ്ഡ് ഫൗണ്ടേഷൻ, 2 ഫൗണ്ടേഷനാണുള്ളത്. ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്കുള്ളത് ഹൈഡ്ര ലോക്ക് ഫൗണ്ടേഷനാണ്. പ്രത്യേകിച്ചും ഡ്രൈ സ്കിന്നിനൊക്കെ ഉപയോഗിക്കാം. ഈ 4 ഐറ്റം കൂടി നിങ്ങൾക്ക് വരുന്നത് MRP 22,324 രൂപയാണ്. അത് നമ്മളുടെ ഇവിടെ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടോട് കൂടിയിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു 20,000 രൂപ താഴെ നിങ്ങൾക്ക് ഈ മെഷീൻ, ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാം ലഭിക്കും. ഇതാണ് ടെംപ്റ്റുവിൻ്റെ ബേസിക് മെഷീൻ. ഇത് എങ്ങനെയാണ് ജസ്റ്റ് ഈ സാധനങ്ങളൊക്കെ ഇടുന്നത് കൂടി എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഓണാക്കുന്ന സ്വിച്ച്, ഒപ്പം ഇതാണ് ചാർജ് ചെയ്യുന്ന പോർട്ട്. ഇത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി റീചാർജ് ചെയ്യുന്നതാണ് ചാർജ് ഔട്ട്ലെറ്റ്. ഒപ്പം നമ്മൾ ഇതിൻ്റെ എയറിനെ കൺട്രോൾ ചെയ്യുന്ന സ്വിച്ച് ഇതാണ്. ഇതിലേക്ക് നമ്മൾ പ്രസ് ചെയ്യണനുസരിച്ചിട്ട് ഇവിടെ നിന്നുള്ള എയറിൻ്റെ ആ ഒരു ഫ്ലോ കൂടി വരും, സ്ട്രെങ്തൻ ചെയ്ത് വരും. ഒപ്പം നമുക്കിതിൽ കണക്ട് ചെയ്യാവുന്ന നോസിൽ കണക്ട് ചെയ്യാനായിട്ടുള്ള സ്വിച്ചാണ്. ഇത് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വേണം കണക്ട് ചെയ്യാൻ. അതുപോലെ തന്നെ റിലീസ് ചെയ്യുന്ന സമയത്തും ഈ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റിലീസാക്കാൻ പറ്റും. നമ്മുടെ എയർ പോഡ് എന്ന് പറയും. ഇതേപോലെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. ഇതതിൻ്റെ കവറാണ്. ഇത് റിമൂവ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ സ്വിച്ചിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ കറക്റ്റായിട്ട് നമുക്ക് അകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ഒപ്പം തന്നെ അതിനെ ഓണാക്കാനായിട്ടുള്ള പവർ സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചാർജ് ചെയ്യാനുള്ള ചാർജർ ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. ഇതിലെയാണ് ചാർജ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നത്. ഇത് ഓണാക്കി കഴിഞ്ഞാൽ, ഓണായി, എനിക്ക് തോന്നുന്ന സൗണ്ട് കേൾക്കാൻ പറ്റും. ഇതിന് നിങ്ങൾക്ക് പവർ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇതിലൊരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ പവർ കൂടി, അപ്പോൾ പവർ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒപ്പം ഇത് ഓണാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇതിലേക്ക് ഫൗണ്ടേഷൻ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഓണാക്കിയതിന് ശേഷം നോർമലി ഇതിങ്ങനെ ഉണ്ടാവും. നമ്മൾ ഇതിൽ പ്രസ് ചെയ്യണനുസരിച്ചിട്ട് ഫൗണ്ടേഷൻ വരുന്ന പവർ, ആ ഒരു ഇത് കൺട്രോൾ ചെയ്യാനും നിങ്ങൾക്ക് ഏത് കണ്ടീഷനാണ് വേണ്ടത് അത് യൂസ് ചെയ്യാനും പറ്റും. നിങ്ങൾ ചെയ്യുമ്പോൾ ഈ കൂടുതൽ ടെക്നിക്കൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഒരു
5 to 6 ഇഞ്ച് ഗ്യാപ്പിലായിരിക്കണം ചെയ്യേണ്ടത്, അകത്തിയായിരിക്കണം പിടിക്കേണ്ടത്. പിന്നെ പലർക്കും ക്ലാസ്സിന് പോയാലും എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ വഴക്കം വന്നം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പേപ്പർ എടുക്കുക. പേപ്പർ എടുത്തിട്ട് ആ പേപ്പറിൽ സ്പ്രെഡ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം ഉപയോഗിച്ചാൽ മതി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേപോലെ തന്നെ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ക്ലെൻസർ എടുക്കുക, ഡ്രോപ്പ് ചെയ്യുക, എന്നിട്ട് ഒരു ടിഷ്യൂ എന്തെങ്കിലും എടുത്തിട്ട് ക്ലീൻ ചെയ്യുക. അതായത് ആ ക്ലെൻസറിലൂടെ തന്നെ ആ നിലവിലുള്ള ഫൗണ്ടേഷനും കാര്യങ്ങളും ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബ്രഷ് ചെയ്യുക. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം ക്ലെൻസർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ടിഷ്യൂവിൽ മനസ്സിലാവും പാർട്ടിക്കിൾസ് ഒന്നും കാണാനില്ല, ക്ലീൻ ആയി എന്നുള്ളത്. അതുപോലെ തന്നെ ഇത് റിമൂവ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇതിൽ പ്രസ് ചെയ്യുക, റിലീസ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് താഴേക്ക് ജസ്റ്റ് വലിച്ചാൽ മതി. ഓക്കെ, ഇനി ഇതിൻ്റെ അടുത്തൊരു ലെവൽ മെഷീൻ ഉണ്ട്. അത് ഏറ്റവും അതിൻ്റെ കൂടിയ മെഷീനാണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി അടുത്ത സെഗ്മെൻറ്റ് അതാണ് ഏറ്റവും റേറ്റ് കൂടിയത്. അപ്പോൾ റേറ്റ് കൂടിയത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എയർ ഫ്ലോ നമുക്ക് കൂടുതൽ കൺട്രോൾ ചെയ്യാവുന്ന, കൂടുതൽ പവർഫുള്ളായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല ബാറ്ററി കുറേ കൂടി ലോങ് ലാസ്റ്റിംഗ് ആണ്. സെയിം മറ്റേ മെഷീൻ പോലെ തന്നെ നമുക്ക് റീചാർജബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ അതിൻ്റെ നോസിലും കാര്യങ്ങളും അതെല്ലാം ക്ലിയർ ആണ്. ഇതിൽ എക്സ്ട്രാ വരുന്നത് ഈ മെഷീന് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ക്ലെൻസർ, ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞ, നമ്മൾ ആദ്യം പറഞ്ഞ ഹൈഡ്ര ലോ ഫൗണ്ടേഷൻ ആണെങ്കിൽ ഞാൻ അതിനിടയ്ക്ക് വേറെ പറഞ്ഞിരുന്നു അവരുടെ ഏറ്റവും പുതിയ ഇൻവെൻഷൻ സിലിക്കോൺ ബേസ്ഡ് ഫൗണ്ടേഷൻ. അതിൻ്റെ ഒരു 12 എണ്ണം വരുന്ന സെറ്റ് നിങ്ങൾക്ക് ഈ പറയുന്ന കിറ്റിൻ്റെ കൂട്ടത്തിലുണ്ടാവും. അത് നിങ്ങൾക്കൊരു 6 ഫൗണ്ടേഷൻ, ഒപ്പം തന്നെ 2 ബ്ലഷും 4 ഹൈലൈറ്ററും ഉണ്ടാവും. ഈ കിറ്റ് കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട്. ഇനി ഞാൻ ഈ മെഷീൻ കാണിച്ചു തരാം. ഞാനീ പറഞ്ഞ പോലെ പവർഫുൾ ആയിട്ടുള്ള ആ ഒരു ഗണ്ണ്, ഒപ്പം ക്ലെൻസർ, ഈ പറഞ്ഞ 3, 6, 12 ഫൗണ്ടേഷൻ, ഹൈലൈറ്റ്, ഇതെല്ലാം കൂടെ കൂടിയിട്ട് വരുന്ന സെറ്റ് പ്ലസ് അതിൻ്റെ നോസ്. ഇത്രയും പ്രൊഡക്റ്റിന് നമ്മൾ ആദ്യം കണ്ടത് TEM2, അതിൻ്റെ പേര് ഞാൻ രണ്ടിൻ്റെ വ്യത്യാസങ്ങൾ കാണിച്ചു തരാം. രണ്ട് സീരീസാണ്. ഇതാണ് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ളത്. ഇത് TEM2 1 എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ഒന്നാണ് TEM2 എയർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കിറ്റിനാണ് ഏറ്റവും കൂടുതൽ റേറ്റ് വരുന്നത്. ഇതിൻ്റെ ഫുൾ കിറ്റ് വരുമ്പോൾ നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞ സാധനങ്ങൾ മൊത്തത്തിൽ വരുമ്പോൾ ഇതിൻ്റെ MRP വരുന്നത് 38,675 രൂപയാണ്. അത് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് മെക്കേഡ മിഡാസിൽ വരുമ്പോൾ 34,808 രൂപയ്ക്ക് നിങ്ങൾക്ക് മെഷീൻ നമ്മളിവിടെ നിന്ന്. ഓക്കെ, ഇനി അടുത്തതിൻ്റെ ഒരു സെഗ്മെൻറ്റ് കൂടി അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത അവരുടെ ഫൈനലി ഞാൻ കാണിക്കുന്നത് വിത്ത് കംപ്രസർ, നമ്മൾ സാധാരണ കാണാനുള്ള ഗണ്ണോട് കൂടിയിട്ടുള്ള കണക്ട് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഈ കിറ്റ് ഇൻക്ലൂഡ് ആവുന്നത് ഞാൻ കാണിച്ചു തരാം. ഇത് അവരുടെ കംപ്രസർ, ദെൻ അതിൻ്റെ കേബിളും കണക്ടറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഗണ്ണ്, അതിൻ്റെ ഒപ്പം നമ്മൾ പറഞ്ഞ ഫൗണ്ടേഷൻ്റെ ഫുൾ കിറ്റ്, ക്ലെൻസ്. ഈ മെഷീന് ഇത്രയും സാധനങ്ങളോട് MRP ആയിട്ട് വരുന്നത് 34,075 രൂപയാണ്. ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് 30,600 നിങ്ങൾക്കിത് നമ്മളുടെ മെക്കേഡയിൽ ലഭിക്കും. അപ്പോൾ ഈ 3 വേരിയൻ്റാണ് നമുക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് TEM2 എയർ ബ്രഷുമായി ബന്ധപ്പെട്ട് ഒത്തിരി ആളുകൾ ചോദിക്കുന്ന കാരണം കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ അവതരിപ്പിച്ചത്. മാത്രമല്ല ഇന്നത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു എയർ ബ്രഷ് മേക്കപ്പ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു കുറവുള്ള പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള, വർഷങ്ങളായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ പേരെടുത്തിട്ടുള്ള അമേരിക്കയിൽ നിന്നുള്ള ബ്രാൻഡാണ് TEM2. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ എന്തിനോട് നമ്മൾ വിളിക്കുക, പറയുക. ഒപ്പം TEM2 അല്ലെങ്കിൽ എയർ ബ്രഷുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു അന്വേഷണം നിങ്ങൾക്ക് സുഹൃത്തുക്കൾക്ക് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ കൊടുത്ത ഉപകാരമായിരിക്കും. വേറെ പുതിയ വീഡിയോസും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് ഇനിയും കാണാം. തൽക്കാലം